ആളാ ഇതെവിടെ ഒരാൾ എന്ത് കൂളായിട്ടിരിക്കണം നോക്കിക്കുക. അല്ലേ, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. ദേ ഇവനാണെങ്കിൽ പുറത്ത് വിടുന്നു തോണ്ടിയിട്ടും മാന്തിയിട്ടും ഇനിയിപ്പോൾ മടി കയറി ഇരിക്കുമോ എന്തോ. അവിടെ ഒരാൾ നോക്ക് കൂളായിട്ട്. ഇവനൊന്നും വേറെ പണി, നിനക്കൊന്നും വേറെ പണിയില്ലേന്നാണ് അമ്മൂട്ടി ചോദിക്കുന്നത് ചിന്നൂട്ടാ. അമ്മൂട്ടിക്ക് എന്ത് കൂളായിട്ടിരിക്കണം നോക്കിയാൽ, നിനക്കെന്ത് ഇത്ര വെപ്രാളം? ദേ അവൾ ഇരിക്കണം നോക്ക്. എന്ത് രസത്തിലാണ് ഇരിക്കണമെന്ന്. വിട്ടാലെന്ത് വിട്ടില്ലെങ്കിൽ എന്ത്, ഇല്ല മുട്ടി പോയാലെന്ത് പോയില്ലെങ്കിൽ എന്ത്. ഇത് നോക്ക് വെപ്രാളം. അവനോട് മിണ്ടാണ്ടിരിക്കാൻ. ചിന്നക്കുട്ടനോട് മിണ്ടായിരിക്കടാ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേന്ന്. അമ്മുട്ടിയേ ചോദിക്കേണ്ട ചിന്നക്കുട്ട, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേന്ന്. അല്ല അമ്മുട്ടി? പിന്നെ അമ്മുട്ടിയേ അവൻ നോക്കുക, അമ്മുട്ടിയെ തോണ്ടറെന്നെ തോണ്ടറു അതന്നെ. അമ്മുട്ടി പറയണ്ടേ നിന്നോട് മിണ്ടാതിരിക്കാൻ. അതന്നെ അടിന്ന്. ഇത് നോക്ക്. ഇതോ വേറെ ഇരിക്കണു മടിയിൽ. കടിക്ക് ചിന്നക്കുട്ട. ഇത് ശരിയാവില്ല. നീ എന്നെ കടിച്ചാൽ ശരിയാവില്ല. നീ മുട്ടി കടിക്കൂടാ. എന്തത് അങ്ങനെ? അമ്മക്കുട്ടി മിണ്ടാതിരിക്കുന്നു ചിന്നക്കുട്ടനോട്. അതന്നെ അത്രയേ ഉള്ളൂ. ഇതേ വരുന്നു എന്നെ കൊഞ്ചെന്ന്. അവളവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. പിന്നെ അത്രയും മതി. പതുക്കെ വാലൊക്കെ വല ആട്ടി തെറിച്ച് പോകണ്ട. അവൾക്ക് പിടിച്ചിട്ടില്ല, നിർത്തിയത് അത്ര ഇങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. ഇഷ്ടമായിട്ടില്ല. അതാവുന്നു അവൻ. ഒരു വെപ്രാളം, എന്തൊരു വെപ്രാളം, ഇങ്ങനെ ഒരു വെപ്രാളം. അവിടെ കൂളായിട്ട് ചേട്ടാ ഒന്ന് തൊടു തന്നെ എന്ന് പറഞ്ഞിട്ട് ഇതേ വന്നോ തള്ളി തിരക്കിയിട്ട്. അങ്ങോട്ടേ പ്ലീസ് കൊഞ്ചിക്കോ, അല്ല ഒന്ന് ചോദിക്ക്, എന്നെ ഒന്ന് കൊഞ്ചോ ചോദിക്ക്. എൻ്റെ അടുത്തല്ല, അവിടെ ചോദിക്ക്, അങ്ങോട്ട് ചോദിക്കുക വേണ്ടേ. എന്നാൽ ആരും കൊഞ്ചില്ല. ഇന്നത്തെ കാലത്തൊക്കെ ചോദിച്ചാലേ കിട്ടുള്ളൂ മുട്ടി, അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. ആർക്കൊക്കെ പുറത്ത് പോകണം? പോവാ നോക്കണം. അവന് വെറുതെ ആണെന്ന് പുറത്ത് പോകാനൊന്നും അല്ല മുട്ടി.